കണ്ണൂരിൽ ബി.ജെ.പി. പ്രവർത്തകരെ വീടിന് നേരെയുണ്ടായ ബോംബേറിൽ സി.പി.എം. പ്രവർത്തകൻ പിടിയിൽ. സി.പി.എം. പ്രവർത്തകൻ അരുണാണ് പിടിയിലായത്. കണ്ണൂർ ചാലക്കൽ സനൂപിന്റെ വീടിന് നേരെയാണ് ബോംബാക്രമണം ഉണ്ടായത്. അർജുൻ പി.എസ്. ചേരുന്നുണ്ട്. അർജുൻ, ഇന്നും ഇന്നലെയുമല്ല സി.പി.എം. പ്രവർത്തകരുടെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ കണ്ണൂരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തുടർക്കഥ തന്നെയാണ്. ഇപ്പോൾ എന്തിനാണ് ഇത്തരത്തിലൊരു ആക്രമണം സി.പി.എം. പ്രവർത്തകർ നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്? കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഇത്തരത്തിൽ ബി.ജെ.പി. പ്രവർത്തകന സനൂപിന്റെ വീടിന് നേരെ ബോംബേർ ഉണ്ടായത്. അതേ തുടർന്ന് വലിയ രീതിയിലുള്ള അന്വേഷണം ഒക്കെ നടന്നിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ അരുൺ എന്ന് പറയുന്ന സി.പി.എം. പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അതായത് ഇയാൾ ആ ബോംബ് എറിയുന്ന ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് കാണാമെന്ന് കരുതുന്നു. അത്തരത്തിലുള്ള ഒരു ദൃശ്യങ്ങൾ പുറത്തു വരികയുണ്ടായി. അതായത് നേരെ തന്നെ വന്ന ആ സ്റ്റീൽ ബോംബാണ് എറിഞ്ഞത്. പക്ഷെ ആ ഒരു സമയത്ത് വീടിനുള്ളിൽ ആളുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആളപായം ഉണ്ടായില്ല. വലിയ അപകടമില്ലാതെ തന്നെ അത് ഒഴിഞ്ഞുപോയെന്ന് നമുക്ക് പറയാൻ കഴിയും. പക്ഷേ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തുടർക്കഥയാവുകയാണ് കണ്ണൂരിൽ. കഴിഞ്ഞ മാസവും ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള സംഭവങ്ങൾ ഈ കണ്ണൂരിൽ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് പോലീസ് നിഷ്ക്രിയരായി നിൽക്കുന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യം. മാത്രമല്ല സർക്കാർ ഇതിനെതിരെ യാതൊരു വിധത്തിലുള്ള ഒരു നടപടിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കെതിരെ എടുക്കുന്നില്ല എന്നുള്ളത് അടക്കം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ തന്നെ ഇത്തരത്തിൽ ബി.ജെ.പി. പ്രവർത്തകരുടെ വീടിന് നേരെയും ബി.ജെ.പി. പ്രവർത്തകർക്ക് നേരെയുമുള്ള ആക്രമണങ്ങൾ തുടർക്കഥയാവുകയാണ് കണ്ണൂരിൽ. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ആഭ്യന്തര മന്ത്രാലയം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പോലീസ് സംവിധാനങ്ങളൊന്നും നിഷ്ക്രിയരായി നിൽക്കുന്നതാണ് ഒരു ചോദ്യചിഹ്നമായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം എന്തിനാൽ തന്നെയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ഉണ്ടായി. വീട്ടിൽ ആരും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഒഴിവായത്. രജനി, അപ്പം തന്നെ അർജുന, നമുക്കൊരു കാര്യം പറയാനുണ്ട്. കാരണം ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് തന്നെ അക്രമ സംഭവങ്ങളുടെ ഒരു കൂത്തപ്പറമ്പ് തന്നെയായിരുന്നു. കൂത്തുപറമ്പ് എന്നുള്ള ഒരു വാക്ക് കണ്ണൂരിലുണ്ട്, ഒരു സ്ഥലം കണ്ണൂരിലുണ്ട്. അതുപോലെ തന്നെയായിരുന്നു, കൂത്തുപറമ്പ് തന്നെയായിരുന്നു ഈ കണ്ണൂർ ഭാഗത്തൊക്കെ തന്നെ. പക്ഷേ ഇപ്പോൾ സമാധാനപരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള അക്രമങ്ങളൊക്കെ തന്നെ അഴിച്ചു വിട്ടുകൊണ്ട് സി.പി.എം. പ്രവർത്തകർ മുന്നോട്ട് വരുന്നത്. അർജുൻ പറഞ്ഞതുപോലെ തന്നെ നോക്കുകുത്തിയാവു തന്നെയാണ് പോലീസും ഭരണകൂടവും ഒക്കെ തന്നെ. പക്ഷേ ഇതിന് ഈ ഒരു നിയമവാഴ്ചയ്ക്കെതിരെ നടപടി എടുക്കേണ്ടത് പോലീസ് തന്നെയല്ലേ? തീർച്ചയായും രജനി, ഒരു കാലഘട്ടത്തിൽ കണ്ണൂർ എന്ന് പറയുന്നത് അക്രമാസക്തമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. വലിയ രീതിയിലുള്ള ആക്രമണം അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയിരുന്നു. പക്ഷെ ഒരു ഇടയ്ക്ക് ആ ഒരു സമാധാന ചർച്ചകളൊക്കെ വന്ന പിന്നീട് സമാധാന അന്തരീക്ഷത്തിലൂടെ പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് കണ്ണൂർ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ജില്ലയാണ് കണ്ണൂർ എന്ന് പറയുന്നത്. പക്ഷേ വീണ്ടും സി.പി.എം. പ്രവർത്തകർ ഇത്തരത്തിലുള്ള ഒരു പ്രകോപനവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ബി.ജെ.പി. പ്രവർത്തകരെ അല്ലെങ്കിൽ ആർ.എസ്.എസ്. പ്രവർത്തകരെ തെരഞ്ഞെടുത്ത് കണ്ടുപിടിച്ച് ഇത്തരത്തിൽ പ്രകോപനം സൃഷ്ടിക്കുന്ന ഒരു കാഴ്ചകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം തന്നെ യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ഇത്തരത്തിൽ സനൂപിന്റെ വീടിന് നേരെ ബോംബ് എറിഞ്ഞിട്ടുള്ളത്. അത് സ്റ്റീൽ ബോംബാണ് എറിഞ്ഞിട്ടുള്ളത്. സനൂപിനെ അപായപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോട് തന്നെയാണ് ഈ സ്റ്റീൽ ബോംബ് എറിഞ്ഞിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ആ വീട്ടിൽ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ, വീട്ടുകാരോ സനൂപോ അവിടെ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ളത്. കണ്ണൂരിൽ സി.പി.എമ്മിന്റെ കോട്ടകളിലടക്കം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഇതിനെതിരെ ഉയരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമുക്ക് നോക്കുമ്പോൾ കാണാം ഈ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ അടക്കം സി.പി.എം. പ്രവർത്തകരുടെ ആക്രമണം ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുമാണ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്ന ഈ സാഹചര്യത്തിൽ പോലീസ് നിഷ്ക്രിയമാകുന്നു എന്നതാണ് നമുക്ക് പറയുവാൻ. അത്തരത്തിൽ ആഭ്യന്തര മന്ത്രാലയമോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അടക്കമുള്ള ജില്ലയാണ്, അത്തരത്തിലുള്ള മന്ത്രിമാരുള്ള ജില്ലയാണ്, ഒരു എം പി ഉള്ള ജില്ലയാണ്. ഈ ജില്ലയിലാണ് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നടക്കുന്നത് ഉള്ളത് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. രജനി.